ഹായ്, നമ്മൾ കോസ്മോളജിയുടെ ഒരു സർവേ കണ്ടു കഴിഞ്ഞു. വി ഹാഡ് എൻ ഓവർവ്യൂ ഓഫ് കോസ്മോളജി. ഇനി ഇതിൽ ചില കാര്യങ്ങളെങ്കിലും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ട് എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ ഐൻസ്റ്റൈൻ്റെ ഫീൽഡ് ഇക്വേഷൻസ് ആണിത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് മാറ്റർ എനർജി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിനെ നമ്മൾ എനർജി മൊമെന്റം ടെൻസർ എന്നാണ് പറയുക. ഓക്കെ, എനർജി മൊമെന്റം ടെൻസർ. അപ്പോൾ ഒരു ഗിവൺ മാറ്റർ ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഫീൽഡ് ഇക്വേഷൻ എഴുതിയിട്ട് അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ജിയോമെട്രിക്കൽ പ്രോപ്പർട്ടീസ്, ഓക്കെ, ജിയോമെട്രി കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ജിയോമെട്രിയായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് മാസ് എനർജി അല്ലെ എനർജി മൊമെന്റം ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. റൈറ്റ്, വി ക്യാൻ സോൾവ് ദിസ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ ജിയോമെട്രി. നമ്മൾ യൂണിവേഴ്സിന് മൊത്തത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം യൂണിവേഴ്സിന്റെ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഗവേൺ ചെയ്യുന്നത് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റിയുടെ തിയറി എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. അതുകൊണ്ട് യൂണിവേഴ്സിന് മൊത്തത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിന് മൊത്തത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല നോക്കുന്നത്. ഒരു സ്റ്റാറിന് ചുറ്റുള്ള റീജിയൻ, ഒരു ഗാലക്സിക്ക് ചുറ്റുള്ള റീജിയൻ ഒന്നും അല്ല നോക്കുന്നത്. യു ആർ ലുക്കിംഗ് അറ്റ് ലാർജ് സ്കെയിൽ, ഓക്കെ, ഗ്ലോബൽ. ഈ ലാർജ് സ്കെയിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഹോമോജിനിറ്റി, യൂണിവേഴ്സ് ഇസ് ഹോമോജീനിയസ്, എല്ലായിടത്തും ഒരേപോലെയാണ്. ഓക്കെ, അതുപോലെ ഐസോട്രോപിക്, എല്ലാ ഡയറക്ഷനിലും ഒരുപോലെയാണ്. ഇത്തരം ചില സിമെട്രീസ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് കുറെ കൂടെ എളുപ്പമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇതിനെ ദിസ് ഇസ് നോൺ ആസ് ഫ്രീഡ്മാൻ ഇക്വേഷൻ, ആക്ച്വലി ഇറ്റ്സ് നോൺ ആസ് ഫ്രീഡ്മാൻസ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അലക്സാണ്ടർ ഫ്രീഡ്മാൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി യൂണിവേഴ്സിന്റെ മുഴുവൻ ഇതിനു വേണ്ടി സോൾവ് ചെയ്തു. ഓൾറൈറ്റ്, ആൻഡ് ഹി came to an equation like this. Right, അപ്പോൾ ഇവിടെ ഡാർക്ക് എനർജി പോലുള്ള ടേംസ് ഇൻക്ലൂഡ് ചെയ്യാതെ ഉള്ളതാണ്. This is the simplest kind of solution to the field equations, to Einstein's field equation when applied to the entire universe. Okay, assuming certain symmetries like homogeneity and isotropy. Okay, in a cosmological principle എന്നാണ് പറയുന്നത്. Okay. So we have got dr by dt whole square. For differential equation ആണ്. There is a quantity that changes with time. That's equal to 8 pi by 3 g rho r square. Rho എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്, മാറ്റർ ഡെൻസിറ്റി അല്ലെങ്കിൽ മാറ്റർ എനർജി ഡെൻസിറ്റി, അല്ലെങ്കിൽ ഇൻ ജനറൽ ഇറ്റ്സ് ദ ഡെൻസിറ്റി. Okay, density of the matter energy content of the universe. Okay, all right, r is again the same r. It's a term, or it's a parameter that determines the size of the universe. All right, it's a parameter that gives you an idea about the size of the universe. All right, k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇവിടെ ഉണ്ട്. Okay, so r of t represents the size or distance scale factor of the universe at time t, and rho represents the total mass energy density at the same time. rho എന്ന് പറയുന്നത് t എന്നുള്ള സമയത്തുള്ള ടോട്ടൽ മാസ് എനർജി ഡെൻസിറ്റി ആണ്. Alright, ഇനി നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഡെൻസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലായിരിക്കും. ഈവൻ ഇഫ് ഇറ്റ്സ് റേഡിയേഷൻ ഡെൻസിറ്റി, എനർജി ഡെൻസിറ്റി ആണ്, റേഡിയേഷൻ ഡെൻസിറ്റി ഒക്കെ ആണെങ്കിലും വിൽ ഓൾവേസ് റൈറ്റ് ഇറ്റ് ഇൻ ദ യൂണിറ്റ്സ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആ യൂണിറ്റിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. ഓക്കെ, റൈറ്റ്. So the constant k that appears in Friedman equation specifies the overall geometrical structure of the universe. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റന്റ് ആണ് യൂണിവേഴ്സിന്റെ ഓവറോൾ ജിയോമെട്രിക്കൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഐൻസ്റ്റൈൻ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നില്ല, വി ആർ ജസ്റ്റ് ടേക്കിംഗ് ദ ഫ്രീഡ്മാൻസ് സൊല്യൂഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് k equal to 0 എന്ന് നോക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ഇറ്റ് കറസ്പോണ്ട്സ് ടു എ ഫ്ലാറ്റ് യൂണിവേഴ്സ്. റൈറ്റ്, ഇറ്റ് കറസ്പോണ്ട്സ് ടു എ ഫ്ലാറ്റ് യൂണിവേഴ്സ്. ഫ്ലാറ്റ് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് എക്സ്റ്റെൻഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഫ്ലാറ്റ് സ്പേസ്. റൈറ്റ്, സ്പേസ് ഫ്ലാറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സ് ആണ് k equal to 0. k equal to +1 ആണെങ്കിൽ യൂണിവേഴ്സ് ഇസ് കർവ്ഡ് ആൻഡ് ക്ലോസ്ഡ്. കർവ്ഡ് ആൻഡ് ക്ലോസ്ഡ്. ഓക്കെ, കർവ്ഡ് ആൻഡ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ട്രാവൽ in a straight, okay, if you just keep going forward, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് സമയം സഞ്ചരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തും. ഓക്കെ, അതാണ് കർവ്ഡ് ആൻഡ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. റൈറ്റ്, k equal to -1 if the universe is curved and open. Alright, അപ്പോൾ ഈ 3 കേസുകളിൽ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണ്. Alright, it's infinite, the extent of the universe is infinite. ഈ ക്ലോസ്ഡ് ആണെങ്കിൽ it could be finite. Alright, boundaries ഇല്ല, but it could be finite. So when k equal to +1, the distance factor r of t is directly related to the size or radius of the universe. Okay, the k equal to +1 ആണെങ്കിൽ ക്ലോസ്ഡ് ആണ്. Alright, അപ്പോൾ r of t എന്നുള്ളതിനെ നമുക്ക് യൂണിവേഴ്സിന്റെ റേഡിയസ് ആയിട്ടോ സൈസ് ആയിട്ടോ റിലേറ്റ് ചെയ്യാം. ഓക്കെ, അതേസമയം k equal to 0, k equal to -1 എന്നീ കേസുകളിൽ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ റേഡിയസ് അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ സൈസ് എന്നുള്ളതായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ജനറലി നമ്മൾ ചെയ്യുന്നത് r of t എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ സ്കെയിൽ ഫാക്ടർ ദാറ്റ് റെപ്രസെന്റ്സ് ദ എക്സ്പാൻഷൻ ഓഫ് സ്പേസ്. അതായത് ഓരോ ടൈമിലുള്ള യൂണിവേഴ്സിന്റെ എക്സ്പാൻഷന്റെ റേറ്റിനെ കാണിക്കുന്ന ഒരു സ്കെയിൽ ഫാക്ടർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. സോ വിൽ സെറ്റ് r of t 0 is equal to 1.
ഓക്കെ, അതായത് ഇനീഷ്യലി ഒരു സ്കെയിൽ ഫാക്ടർ ഉണ്ട്, അത് 1 ആണ്. Alright, and then the scale factor increases corresponding to expansion of the universe. അപ്പോൾ R എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷനെ കാണിക്കുന്ന ഒരു പാരാമീറ്റർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള എക്സ്പാൻഷനെ കാണിക്കുന്ന പാരാമീറ്റർ ആണ്. Alright, അപ്പൊ ഇവിടെ ഈ ആർ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആർ എന്താണെന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതെങ്ങനെയാണ് ടൈമിൽ വേരി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓൾറൈറ്റ്, ഈ സ്കെയിൽ ഫാക്ടർ ടൈം മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഫ്രീഡ്മാൻ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് കെയുടെ വാല്യൂ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കറണ്ട് ഒബ്സർവേഷൻസ് കാണിക്കുന്നത് കെയുടെ വാല്യൂ 0 ആണെന്നാണ്, അതായത് ഒരു ഫ്ലാറ്റ് യൂണിവേഴ്സിലാണ് നമ്മളുള്ളത് എന്നാണ് ഇന്നത്തെ ഒബ്സർവേഷൻസ് കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ് കുഡ് ബി എ ബിറ്റ് സർപ്രൈസിങ്, ബട്ട് എനിവേ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ആണ് കെ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ കെ ഈക്വൽ ടു 0 ആണെന്നാണ് ഇന്നുള്ള ഒബ്സർവേഷൻസ് കാണിക്കുന്നത്. ഓൾറൈറ്റ്, ഓൾ ദ ഒബ്സർവേഷൻസ് അവൈലബിൾ ടുഡേ ഷോ ദാറ്റ് വി ലിവ് ഇൻ എ ഫ്ലാറ്റ് യൂണിവേഴ്സ്. ഓക്കെ, അതുകൊണ്ട് കെ ഈക്വൽ ടു 0 എടുക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ്. അപ്പോൾ നമ്മുടെ ഒരു സ്പെസിഫിക് കേസിൽ ഫ്രീഡ്മാൻ ഇക്വേഷൻ യൂണിവേഴ്സിനെ കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബിക്കംസ് dr/dt ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8π/3 g rho r സ്ക്വയർ. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇക്വേഷനിൽ കെ ഈക്വൽ ടു 0 കിട്ടും. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ഈ കേസിൽ റോ is the matter energy density. It includes both matter and radiation. Okay, it includes both matter and radiation. നമ്മൾ പ്രസന്റ് യൂണിവേഴ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഡോമിനേറ്റഡ് ബൈ മാറ്റർ. ദ കോൺട്രിബ്യൂഷൻ ഓഫ് റേഡിയേഷൻ ടു ദ ടോട്ടൽ ഡെൻസിറ്റി ഈസ് നെഗ്ലിജിബിൾ. ഓക്കെ, അതായത് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷന്റെ സമയത്ത് ഒരു പോയിന്റിൽ റേഡിയേഷൻ ആയിരുന്നു ഡോമിനേറ്റിംഗ് ആയിരുന്നത്. ഓൾറൈറ്റ്, പക്ഷേ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദിസ് വേവ് ലെങ്സ് ഗോട്ട് സ്ട്രെച്ച്ഡ്. ഓൾറൈറ്റ്, ബിക്കോസ് വെൻ ദ സ്പേസ് എക്സ്പാൻഡ്സ് ദ വേവ് ലെങ്സ് ഗെറ്റ് സ്ട്രെച്ച്ഡ്. വേവ് ലെങ്സ് സ്ട്രെച്ച്ഡ് ആകുന്ന സമയത്ത് ഇതിന്റെ എനർജി, റേഡിയേഷൻ കാരണമുള്ള എനർജി കുറഞ്ഞു വരികയാണ്. ഓൾറൈറ്റ്, ബട്ട് ദ മാസിന്റെ ഡെൻസിറ്റി കുറയുന്നുണ്ട്, പക്ഷെ റേഡിയേഷന്റെ എനർജി ഡെൻസിറ്റി കുറയുന്നതിനേക്കാളും പതുക്കെയാണ് മാസിന്റെ എനർജി ഡെൻസിറ്റി കുറയുന്നത്. ഓൾറൈറ്റ്, അതുകൊണ്ടാണ് ഇനീഷ്യലി റേഡിയേഷൻ ഡോമിനേറ്റഡ് യൂണിവേഴ്സ് ആണെങ്കിലും ഇന്ന് നമ്മൾ മാറ്റർ ഡോമിനേറ്റഡ് യൂണിവേഴ്സിലാണ് ഉള്ളത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. വളരെ ലോ ടെമ്പറേച്ചറിലാണ് ഈ ഫോട്ടോൺസ് ഒക്കെ ഉള്ളത്. ഫോട്ടോൺസിന്റെ എനർജി ദീസ് ആർ സ്ട്രെച്ച്ഡ്, ഫോട്ടോൺസിന്റെ വേവ് ലെങ്ത് ദീസ് ആർ സ്ട്രെച്ച്ഡ് ടു ദ മൈക്രോവേവ് റീജിയൻ എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓൾറൈറ്റ്, എനിവേ വി ലിവ് ഇൻ മാറ്റർ dominated universe. Alright, the current state of the universe is matter dominated. Okay, അപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് മാറ്റർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓൾറൈറ്റ്, മാസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, ബട്ട് ദ വോളിയം ഇൻക്രീസസ് ലൈക്ക് ആർ ക്യൂബ്. മാസ് അല്ല കോൺസ്റ്റന്റ്, ആക്ച്വലി മാസ് എനർജി കണ്ടന്റ് ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്, ബട്ട് വിൽ കൺവേർട്ട് ഇറ്റ് ഓൾ ഇൻ ടു മാസ്. ഓക്കെ, ഓൾറൈറ്റ്, സോ മാറ്റർ റിമെയിൻസ് കോൺസ്റ്റന്റ് ബട്ട് ദ വോളിയം ഇൻക്രീസസ് ലൈക്ക് ആർ ക്യൂബ്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സ്ഫെറിക്കൽ ആയിട്ടുള്ള ഇതാണ് എടുക്കണമെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓൾറൈറ്റ്, 4/3 πr ക്യൂബ്. ഓക്കെ, അപ്പോൾ മാസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, alright, so time goes on, r increases. Alright, so density goes down as 1/r cube. r increase ചെയ്യുന്ന സമയത്ത് ഡെൻസിറ്റി അത് ബാധിക്കുന്നത് 1/r cube എന്നുള്ള രീതിയിലാണ്. alright, but the volume increases. അപ്പോൾ വോളിയം r cube എന്നുള്ള രീതിയിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. This means that the density will go down as r cube. Alright, or we can say rho m is proportional to r raised to -3. ഓക്കെ, അപ്പോൾ റോ എം എന്ന് പറയുന്നത് എം ഡിവൈഡഡ് ബൈ വി എന്ന് എഴുതുകയാണെങ്കിൽ ദിസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ 4/3 πr ക്യൂബ്. ഓക്കെ, ഓൾറൈറ്റ്, അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത ഫ്രീഡ്മാൻ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, റോ എന്നുള്ളതിന് പകരം എം ഡിവൈഡ് ബൈ 4/3 πr ക്യൂബ് എന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഓൾറൈറ്റ്, ആൻഡ് ദെൻ ദിസ് സിംപ്ലിഫൈസ് ടു dr/dt is equal to 2gm divided by r. Alright, you see that some of these terms get cancelled and you get 2gm divided by r. അല്ലെങ്കിൽ dr/dt എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2gm ഡിവൈഡ് ബൈ r raised to 1/2. ജസ്റ്റ് ടേക്ക് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ഇനി ഇത് ഒരേ തരത്തിലുള്ള വേരിയബിൾസ് ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. സോ യു ഗെറ്റ് r raised to 1/2 dr is equal to square root of 2gm dt. Okay, now we can integrate this. It's r raised to 3/2 divided by 3/2. Okay, കാരണം r raised to 1/2 integrate ചെയ്യുന്ന സമയത്ത് r raised to 1/2 dr എന്ന് പറയുന്നത് r raised to 3/2 divided by 3/2. Right, this is square root of 2gm multiplied by t. Okay, m എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. g is Newton's gravitational constant, so integral dt is just t. Okay, and you get r raised to 3/2 is equal to 3/2 square root of 2gm t. Right, you just multiply this. Okay, അപ്പോൾ നമുക്ക് r of t കിട്ടി. Okay, just take the power with respect to 2/3 raised to the power of 2/3 on both sides. Okay, on the left you get r of t, on the right you get 3/2 square root of 2gm whole raised to 2/3.
and ഇവിടെ t ഉണ്ട്, അപ്പോൾ t raised to 2 by 3. Okay, അപ്പോൾ ഈ ഫാക്ടറിനെ മുഴുവൻ, alright, we see that this is a constant thing, alright, so we can simply write it as some factor a. Alright, ഈ കോൺസ്റ്റന്റ് മുഴുവനായിട്ട് നമുക്ക് a എന്ന് എഴുതാം. So this is a t raised to 2 by 3. Okay, so we got r of t is equal to a t raised to 2 by 3. Alright, ഇനി ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിലോ dr by dt becomes 2 by 3 a t raised to minus 1 by 3. Alright, just take the derivative with respect to time. ഇപ്പോൾ dr by dt കിട്ടി. Now we can substitute this back. Alright, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഫ്രീഡ്മാൻ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ r ഉണ്ട്, dr by dt ഉണ്ട്. Alright, substitute this r of t and dr by dt in equation 1. നമ്മുടെ ആദ്യത്തെ ഫ്രീഡ്മാൻ നമുക്ക് ഇവിടെ കിട്ടിയ r of t യും dr by dt നമ്മൾ ഇക്വേഷൻ 1 നമ്മുടെ ആദ്യത്തെ ഫ്രീഡ്മാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Alright, അപ്പോൾ dr by dt സ്ക്വയർ is equal to 8 pi by 3 0 m r square എന്നായിരുന്നു ഉണ്ടായിരുന്നു. Alright, you just substitute this and then you get an equation like this. Alright, this a square cancels on both sides and you solve for t. Alright, നമ്മൾ t എന്നുള്ളതിനെ സോൾവ് ചെയ്യുക. Alright, t എന്നുള്ളതിനെ സോൾവ് ചെയ്യുമ്പോൾ you see that it becomes 1 by square root of 6 pi 0 m. Alright, just rearrange this terms. You see that there's a t raised to 4 by 3 here, there's a t raised to 2 by 3 here. You take this to this side and it becomes t raised to 2 by 3, alright, and then you solve this simply for t and you get 1 by square root of 6 pi g rho m. Okay, this is the expression for matter dominated universe. അതായത് ഡെൻസിറ്റി അറിയാമെങ്കിൽ, മാറ്റർ ഡോമിനേറ്റഡ് യൂണിവേഴ്സിന്റെ ഡെൻസിറ്റി അറിയാമെങ്കിൽ you know the time, alright, or you can find the age of the universe. Alright, ഒരു പെർട്ടിക്കുലർ ഡെൻസിറ്റി, യൂണിവേഴ്സിന് ഒരു പെർട്ടിക്കുലർ ഡെൻസിറ്റി ഉണ്ടെങ്കിൽ യൂണിവേഴ്സിന്റെ ഏത് ടൈമിലാണ് ഈ ഡെൻസിറ്റി ഉള്ളതെന്ന് ഈ ഇക്വേഷൻ പറഞ്ഞു തരും. Alright, so if you are given the density at the current time, this equation will give you the age of the universe if it is a matter dominated universe. Alright, ഇനി നമ്മൾ early universe നോക്കുകയാണെങ്കിൽ it was dominated by radiation. Okay, the contribution to rho from matter is negligible. Initial times നോക്കുകയാണെങ്കിൽ റേഡിയേഷൻ ആണ് ഡോമിനേറ്റ് ചെയ്തിരുന്നത്. Alright, അപ്പോൾ നമുക്ക് റേഡിയേഷൻ ഡോമിനേറ്റഡ് യൂണിവേഴ്സിനും ഇതേ കാൽക്കുലേഷൻ ചെയ്യാം. പക്ഷേ റേഡിയേഷൻ നമ്മൾ കണ്ടു, മാറ്റർ ഡോമിനേറ്റഡ് യൂണിവേഴ്സിന് rho m goes like r raised to minus 3. Okay, കാരണം വോളിയം ഇൻക്രീസസ് ലൈക്ക് r cube. Alright, ഇനി നമ്മൾ റേഡിയേഷൻ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ, alright, റേഡിയേഷൻ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഗോസ് ലൈക്ക് r raised to minus 4. Okay, ഇതിന്റെ കാരണം ഇവിടെയും വോളിയം, okay, even in this case volume goes like r raised to minus 3. Alright, വോളിയം ഇൻക്രീസ് ചെയ്യുന്ന വോളിയം ഗോസ് ലൈക്ക് r raised to 3. വോളിയം ഇൻക്രീസ് ചെയ്യുന്ന r cube എന്നുള്ള രീതിയിലാണ്. Alright, പക്ഷെ r ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഈ വേവ് ലെങ്ത് സ്ട്രെച്ച്ഡ് ആവുന്നുണ്ട്. Okay, വേവ് ലെങ്ത് സ്ട്രെച്ച്ഡ് ആവുന്നുണ്ട്. ഈ വേവ് ലെങ്ത് സ്ട്രെച്ച് ആകുമ്പോഴും അതിന്റെ എനർജി കുറയും. സോ ദർ ഇസ് എൻ എക്സ്ട്രാ ഫാക്ടർ ഓഫ് r there. Alright, സോ റഫ് ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് സംഭവിക്കുന്നത്. Alright, അപ്പോൾ ഡെൻസിറ്റി കുറയുന്നത് r raised to 3 അല്ലെ r raised to minus 3 എന്നുള്ള രീതിയിലാണ് മാറ്റർ ഡോമിനേറ്റഡ് യൂണിവേഴ്സിന്. ഓക്കെ, കാരണം അവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഡെൻസിറ്റി കുറയുന്നത്. കാരണം നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ വോളിയം ആണ്. അപ്പോൾ വോളിയം എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നോ ആ രീതിയിലാണ് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുക. Alright, ഇവിടെയും വോളിയം ഇൻക്രീസ് ചെയ്യുന്ന r ക്യൂബ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. Alright, പക്ഷെ r ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വേവ് ലെങ്ത് ഗെറ്റ് സ്ട്രെച്ച്ഡ്. നമ്മൾ റേഡിയേഷൻ പറയുമ്പോൾ ഇറ്റ് ഹാസ് എ വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഗെറ്റ് സ്ട്രെച്ച്ഡ്. ഓക്കെ, വേവ് ലെങ്ത് സ്ട്രെച്ച് ആകുക എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കൂടുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുക എന്നാണ് അർത്ഥം, ഫ്രീക്വൻസി കുറയുക എന്നാണ് അർത്ഥം. Alright, so the energy goes down. Right, energy goes down. അപ്പോൾ energy goes down as r raised to minus 1 because of the stretching of the wavelength. Alright, അപ്പോൾ വോളിയം കൂടുന്നത് കാരണം r raised to minus 3, ഈ സ്ട്രെച്ചിങ് ഓഫ് ദ വേവ് ലെങ്ത് കാരണം r raised to minus 1. Alright, അതുകൊണ്ടാണ് റേഡിയേഷൻ ഡോമിനേറ്റഡ് യൂണിവേഴ്സിൽ ഡെൻസിറ്റി r raised to minus 4 എന്ന രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Okay, now you do the same calculation. You get t is equal to square root of 32 divided by pi g rho r. Alright, ഇതേ കാൽക്കുലേഷൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ കാൽക്കുലേഷൻ. Just substitute these things back and solve for t. Alright, the calculation is simple. You can go through that. You get t is equal to square root of 32 divided by pi g rho r. Okay, അപ്പോൾ ഇതാണ് റേഡിയേഷൻ മാത്രം, റേഡിയേഷൻ ഡോമിനേറ്റഡ് യൂണിവേഴ്സിന്റെ ഏജ് എന്ന് പറയുന്നത് t ആണ്. ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള റേഡിയേഷൻ ഡെൻസിറ്റി അറിയുകയാണെങ്കിൽ that will tell you what is the age of the universe. Alright, യൂണിവേഴ്സിന്റെ ഏജ് എന്താണെന്ന് പറഞ്ഞു തരും. Alright, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എടുക്കുന്നത് r of t0 equal to 1 എന്നുള്ളൊരു ഇനീഷ്യൽ കണ്ടീഷൻ ആണ്. Alright, ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഏത് പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ പോയിന്റിൽ നിന്ന് റിലേറ്റീവ്ലി എത്രത്തോളം എക്സ്പാൻഡഡ് ആയിട്ടുണ്ടെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. Okay, so this is the expression for the radiation dominated universe. Alright, ഇനി നമ്മൾ ഹബിൾ പാരാമീറ്ററിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ടൈം വേരിയേഷൻ ഓഫ് ദ സ്കെയിൽ ഫാക്ടർ. നമ്മൾ ഹബിൾ പാരാമീറ്റർ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. വി ഓൾറെഡി ഹാഡ് ദിസ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു h മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് ഹബിൾ പാരാമീറ്ററിനെ ഈ സ്കെയിൽ ഫാക്ടറുമായിട്ട് connect here. Alright, you can connect the Hubble parameter with the scale factor. The connection is given as 1 by r dr by
dt. Alright, so this is the connection between h and r. നമ്മുടെ യൂണിവേഴ്സിന്റെ ഇവല്യൂഷനെ ഗവേൺ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് ആണ് ഹബിൾസ് കോൺസ്റ്റന്റും അതുപോലെ ഈ r എന്നുള്ള പാരാമീറ്റർ സ്കെയിൽ ഫാക്ടർ. Alright, they are connected, they are obviously related. It's 1 by r dr by dt. Okay. Alright, ഇനി യൂണിവേഴ്സ് കോൺസ്റ്റന്റ് റേറ്റിലായിരുന്നു എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ, സപ്പോസ് യൂണിവേഴ്സ് വാസ് what is expanding at a constant rate, അതായത് the scale factor is proportional to time, directly proportional to time. Alright, or this is something is equal to b multiplied by time, some constant multiplied by time. ഇങ്ങനെയാണെങ്കിൽ ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റേഡിയസ് അല്ല സ്കെയിൽ ഫാക്ടർ ഇൻക്രീസ് ചെയ്ത് വരും. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്നത് ബീറ്റ്. നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണ്. റൈറ്റ്, ബിക്കോസ് വി ഹാവ് ദിസ് റിലേഷൻ h is equal to 1 by r dr by dt. Alright, so suppose r is equal to bt, r is equal to b multiplied by t. അങ്ങനെയാണെങ്കിൽ h is equal to 1 by t. You find 1 by r dr by dt, so that h is equal to 1 divided by t. Okay, അല്ലെങ്കിൽ t is equal to h inverse. Alright, so from here you see that t is equal to h inverse. അതായത് ഹബിൾ പാരാമീറ്ററിന്റെ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ you get the age of the universe, where in which case, in the case where the universe is expanding at a constant rate, r equal to bt ആണെങ്കിൽ, right, t is equal to h inverse. Alright, so we see that the Hubble's constant is actually, it tells us something about the age of the universe. പക്ഷേ അത് കോൺസ്റ്റന്റ് റേറ്റിൽ എക്സ്പാൻഡ് ചെയ്യുന്ന യൂണിവേഴ്സ് ആണെങ്കിൽ h ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ you'll get exactly the age of the universe. Okay, so നമ്മൾ മാറ്റർ ഡോമിനേറ്റഡ് യൂണിവേഴ്സിലും അതുപോലെ റേഡിയേഷൻ ഡോമിനേറ്റഡ് യൂണിവേഴ്സിലും നോക്കിയപ്പോൾ r is not directly proportional to t, but it's proportional to t raised to 2 by 3. അല്ലേ, നമ്മൾ മാറ്റർ റേഡിയേറ്റഡ് യൂണിവേഴ്സ് എടുക്കുകയാണെങ്കിൽ r of t is not a t, but it's a t raised to 2 by 3. അപ്പോൾ ഈ കേസിൽ നമ്മൾ വീണ്ടും h കണ്ടുപിടിക്കുകയാണെങ്കിൽ 1 by r dr by dt കണ്ടുപിടിക്കുകയാണെങ്കിൽ, alright, you do that, you see that it is equal to 2 by 3 h inverse. Alright, t is equal to 2 by 3 h inverse ആണെന്ന് കാണാൻ കഴിയും. Again, the age is governed by h inverse, but there is this factor 2 by 3 here if it's a matter dominated universe. അതുപോലെ റേഡിയേഷൻ ഡോമിനേറ്റഡ് യൂണിവേഴ്സിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. You see that t is equal to half h inverse. Alright, it's equal to half h inverse. Okay, അപ്പോൾ ഏത് കേസ് എടുത്താലും we can take h inverse as a rough estimate measure of the age of the universe at any time. Okay, അപ്പോൾ h inverse എന്നുള്ളത് യൂണിവേഴ്സിന്റെ ഏജിനെ കുറിച്ചുള്ള റഫ് എസ്റ്റിമേറ്റ് നമുക്ക് പറഞ്ഞു തരും, whether it's matter dominated or radiation dominated. Okay, alright. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ച് കോസ്മോളജി എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ, ഒരു അനാലിസിസ് ആണ് കണ്ടത്. ഫ്രീഡ്മാന്റെ ഫസ്റ്റ് ഇക്വേഷൻ മാത്രം എടുത്തിട്ട് അതെന്താണ് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷനെ കുറിച്ച് പറയുന്നതെന്ന് നമ്മൾ കണ്ടു. That's all for this session. And this is how general theory of relativity deals with cosmology. Right? അപ്പോൾ general theory of relativity കോസ്മോളജിയെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടത്. Right? അപ്പോൾ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡാർക്ക് എനർജി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴൊക്കെ ദീസ് തിങ്സ് ചേഞ്ച്. റൈറ്റ്, ബട്ട് ദിസ് ഇസ് ദ ബേസിക് ഐഡിയ ദാറ്റ് അലക്സാണ്ടർ ഫ്രീഡ്മാൻ കെയിം അപ്പ് വിത്ത്. റൈറ്റ്, ഈ അലക്സാണ്ടർ ഫ്രീഡ്മാന്റെ ഇതിന്റെ പ്രത്യേകത, ഈ ഹബിൾ ഇത് ഒബ്സർവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അലക്സാണ്ടർ ഫ്രീഡ്മാൻ ഈ സൊല്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്, എഡ്വിൻ ഹബിൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നതിന് മുമ്പ് തന്നെ, ഒബ്സർവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അലക്സാണ്ടർ ഫ്രീഡ്മാൻ തിയററ്റിക്കലി ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്, കാരണം ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ r is a function of time, and obviously Friedman's equation is an expanding universe. Okay, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നുള്ള സൊല്യൂഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഐൻസ്റ്റൈനെ പോലുള്ള ആൾക്കാർ സ്റ്റാറ്റിക് യൂണിവേഴ്സിൽ ബിലീവ് ചെയ്തിരുന്നത് കൊണ്ട് ഈ ഇത്തരം സൊല്യൂഷൻസ് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ what is his equation was smarter than him. Right, പലപ്പോഴും നമ്മൾ പറയുന്നത് equations are smarter than the people who wrote the equation for the first time. Right, അപ്പോൾ ഐൻസ്റ്റൈനേക്കാൾ സ്മാർട്ട് ആയിരുന്നു ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ. ഐൻസ്റ്റൈൻ ഇമാജിൻ ചെയ്യാത്ത കാര്യങ്ങൾ ഇക്വേഷൻ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീഡ്മാൻ അത് കണ്ടുപിടിച്ചിരുന്നു. റൈറ്റ്, സോ ഫ്രീഡ്മാൻ ഹാഡ് ആക്ച്വലി predicted that if general theory of relativity is correct, if the correct theory of gravity, then we should be living in an expanding universe എന്ന് ഫ്രീഡ്മാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനീഷ്യലി മൂന്ന് മോഡൽസ് ആയിരുന്നു ഫ്രീഡ്മാൻ മുന്നോട്ട് വെച്ചത്, ഡിപ്പെൻഡിങ് ഓൺ ദി ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റന്റ് കെ. അപ്പോൾ ഈ രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഇന്ന് കൂടുതൽ ഡാർക്ക് എനർജി പോലുള്ള ടേംസ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് വർക്ക്സ് വെൽ. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിന്റെ സ്റ്റാൻഡേർഡ് മോഡൽ, നമ്മുടെ ബിഗ് കോസ്മോളജിയായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നത് ഇത്തരം കാൽക്കുലേഷൻസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. സോ നമ്മളിപ്പോൾ കണ്ടത്, വി ക്യാൻ ക്യാരക്ടറൈസ് ദി യൂണിവേഴ്സ് ബൈ സെവറൽ പാരാമീറ്റേഴ്സ് സച്ച് ആസ് കെ, rho, r and h. Okay, so what's the challenge to the observational astronomer? It is to obtain data on the distribution and motion of the stars and galaxies that can be analyzed to obtain values for the above parameters. Alright, അപ്പോൾ നമുക്കിപ്പോൾ റഫ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഇനി ഒബ്സർവേഷണൽ ആസ്ട്രോണമേഴ്സിന്റെ ജോലി
എന്ന് പറയുന്നത് ഈ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ ഒബ്സർവേഷനിലായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓൾറൈറ്റ്, ഒബ്സർവേഷനിലായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദാറ്റ് വിൽ ഗിവ് us more details about what our universe is going through right now, etc. Okay, so with that we'll conclude our discussion for general relativity and cosmology. Thank you.